പണ്ട് പണ്ട് ഒരു ആട്ടിടയൻ കാടിനടുത്തുള്ള മലഞ്ചെരുവിൽ ആടുകളെ മേയ്ക്കാൻ പോകുന്നത് പതിവായിരുന്നു. ഒരു ദിവസം ആടുമേച്ചു നടക്കുമ്പോൾ ഒരു ചെന്നായ തൻ്റെ ആട്ടിൻകൂട്ടത്തെ ചുറ്റിപ്പറ്റി നടക്കുന്നത് ആട്ടിടയന്റെ ശ്രദ്ധയിൽപ്പെട്ടു. പക്ഷെ ചെന്നായ ആകട്ടെ ആടുകളെയൊന്നും ഉപദ്രവിക്കുവാൻ മുതിർന്നില്ല. പല ദിവസങ്ങളും അങ്ങനെ കടന്നുപോയി. ചെന്നായ എന്നും ആട്ടിൻകൂട്ടത്തെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ടെങ്കിലും ആടുകളെയൊന്നും അവൻ ഉപദ്രവിക്കാൻ മുതിരുന്നില്ലെന്ന് വൈകാതെ തന്നെ ആട്ടിടയന്റെ ശ്രദ്ധയിൽപ്പെട്ടു. പതിയെ പതിയെ ചെന്നായ ഉപദ്രവകാരിയല്ലെന്ന് ആട്ടിടയന് തോന്നി. നീചനായ ചെന്നായയുടെ യഥാർത്ഥ സ്വഭാവം ആട്ടിടയൻ മറന്നു. അവനെ ചുറ്റുവട്ടത്തൊക്കെ കണ്ടാലും ആട്ടിടയൻ വലിയ ശ്രദ്ധയൊന്നും കൊടുക്കാതെയായി. ഒരു ദിവസം ഉച്ചതിരിഞ്ഞ് അല്പം വിശ്രമിക്കുവാനായി ആട്ടിടയൻ അടുത്ത് കണ്ട ഒരു മരച്ചുവട്ടിൽ കിടന്നു. വൈകാതെ തന്നെ അയാൾ ഉറങ്ങിപ്പോവുകയും ചെയ്തു. ആട്ടിടയൻ നല്ല ഉറക്കത്തിലാണെന്ന് മനസ്സിലാക്കിയ ചെന്നായ ആടുകളെ ഓരോന്നിനെയായി പിടിച്ചു തിന്നുവാൻ തുടങ്ങി. അല്പസമയത്തിന് ശേഷം ആട്ടിടയൻ എഴുന്നേറ്റ് നോക്കിയപ്പോൾ തൻ്റെ ആട്ടിൻകൂട്ടത്തിൽ നിന്നും നല്ലൊരു ശതമാനം ആടുകളെയും കൊന്നു തിന്ന ശേഷം ചെന്നായ കാട്ടിലേക്ക് രക്ഷപ്പെട്ടെന്ന് അയാൾക്ക് മനസ്സിലായി. നീചനായ ചെന്നായയുടെ യഥാർത്ഥ സ്വഭാവം മറന്ന് അവനൊരു സുഹൃത്താണെന്ന് കരുതിയതാണ് തനിക്ക് പറ്റിയ അബദ്ധമെന്ന് ആട്ടിടയന് മനസ്സിലായി.